ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇത് ഊട്ടിക്ക് പോയിട്ട് പണി കിട്ടിയ ചെറിയ വ്ളോഗാണ്. ഇതിനു മുന്നേ ഞാൻ ഊട്ടിയിലേക്ക് പോയത് എനിക്ക് തോന്നുന്നു ഞാൻ 5-ലോ 6-ലോ അങ്ങോട്ട് പഠിക്കുമ്പോഴാണ് ഞാൻ ഊട്ടിയിൽ എൻ്റെ ഫാമിലിയുടെ കൂടെ പോയത്. അന്ന് ഉപ്പ ഞാൻ എൻ്റെ അനിയൻ അങ്ങനെയൊക്കെ ആയിട്ട് പോയത്. ആ ഒരു ഓർമ്മയ്ക്കേ ഉള്ളൂ. എൻ്റെ കല്യാണത്തിന് ശേഷം ഹസ്ബൻഡിൻ്റെ കൂടെ ഫാമിലിയൊക്കെ ആയിട്ട് ആദ്യമായിട്ടാണ് പോണത്. ഈ കയ്യിലിരിക്കുന്ന ആളല്ലാണ്ട് ഇനി ഒരു മൂത്ത ആളും കൂടി ഉണ്ട് കേട്ടോ. എനിക്ക് ആൾ ബാക്കിൽ നല്ല ഉറക്കാണ്. ഊട്ടിയിലിപ്പോൾ നല്ല ക്ലൈമറ്റാണ്, പിന്നെ മഞ്ഞൊക്കെ ഉണ്ടെന്നൊക്കെ അറിഞ്ഞിട്ടാണ് ഇപ്പോൾ പോണത് തന്നെ. ട്രിപ്പ് കുറച്ച് മുമ്പേ പ്ലാൻ ചെയ്തതായിരുന്നു. മേലെ കയറി പോണനുസരിച്ച് നന്നായിട്ട് കോടമഞ്ഞുണ്ടായിരുന്നു. എങ്ങനെയൊക്കെയാണ് നിങ്ങൾ വണ്ടി ഓടിച്ച് മേലെ എത്തിയത് തന്നെ. പക്ഷേ ക്ലൈമറ്റ് നല്ല രസമായിരുന്നു, നല്ല തണുപ്പൊക്കെ ആയിട്ട് തുടങ്ങിയായിരുന്നു. ചുറ്റിൽ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. ഈ അലർജിയും തുമ്മലൊക്കെ ഉള്ളവർക്ക് പോകാൻ പറ്റിയ സ്ഥലമാട്ടാ ഊട്ടി. അതിൽപ്പെട്ട ഒരാളാണ് ഞാൻ. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഈ തണുപ്പുള്ള സ്ഥലമൊന്നും പറ്റില്ല. എന്നാലും നമ്മൾ ഫാമിലിയൊക്കെ ആയിട്ട് പോകാൻ വെച്ചാൽ പോവാണ്. ഇങ്ങനെ ഞങ്ങളൊരു ഇടയ്ക്ക് വെച്ച് ടീ ബ്രേക്കിന് വേണ്ടി ഒന്ന് സ്ഥലത്ത് ഇറങ്ങിയായിരുന്നു. അവിടെ വിട്ടൊരു കടയിൽ കയറി കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസൊക്കെ ചെയ്തു. ഏലക്ക, പിന്നെ റോസ്മേരി, അങ്ങനെ എന്തെങ്കിലുമൊക്കെ തേയിലൊക്കെ ആയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തായിരുന്നു. അങ്ങനെ ഞങ്ങൾ ബൊട്ടാനിക്കൽ ഗാർഡനിൽ എത്തിയിട്ടാണ്. ഇനി ഇവിടെ നിന്നാണ് ഞാൻ പറഞ്ഞ ആ പണി കിട്ടിയെന്നൊക്കെ പറഞ്ഞില്ലേ, അത് തുടങ്ങാൻ പോണത്. ഇവിടെയൊക്കെ എത്തി എങ്ങനെയൊക്കെ ഇവിടെ വന്ന് നിന്ന് ഈ പോണ ആളില്ലേ, ഈ പോണ ആള് ഇപ്പോഴേ കണ്ടൊക്കെ ഓർമ്മയുള്ളൂ. പിന്നെ നമ്മൾ ആളെ കണ്ടിട്ടില്ല. പിന്നെ പണി കിട്ടിയെന്ന് പറയുന്നത് ഇതാണ്. അവിടെ ചെന്നിട്ട് നല്ല മഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴയും തണുപ്പും. നല്ല തണുപ്പുണ്ടെന്ന് ഓൾറെഡി അറിയാം, പക്ഷെ മഴയുണ്ടെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. മഴയത്ത് ചെറിയ മോളെ വെച്ച് ഇതിൽ എങ്ങനെ കൊണ്ടുപോയി നമുക്കിനെ അറിയുള്ളൂ. ഇടയ്ക്കിടയ്ക്ക് ഞാനിങ്ങനെ പൊക്കി നോക്കണ്ടായിരുന്നു, അവൾക്ക് ഇനി മഴ കൊണ്ടിട്ട് വെള്ളം ആവുന്നുണ്ടോ. എനിക്കിടയ്ക്കിടയ്ക്ക് ഞാൻ ചെക്കൊക്കെ ചെയ്തായിരുന്നു. പക്ഷെ അവൾ ഓക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ ഇത് വേറെ ഒന്നല്ല, ഇടയ്ക്കിടയ്ക്ക് എനിക്കിങ്ങനെ ചെറുതായിട്ട് ഞാൻ എൻ്റെ ഹസ്ബൻഡോട് പിണങ്ങി നിൽപ്പാണ് കേട്ടത്. വേറെ ഒന്നല്ല, ഇടയ്ക്ക് പിണങ്ങുമ്പോൾ പിന്നെ എൻ്റെ ഫേസ് ഇങ്ങനെ ഇരിക്കും. പിന്നെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ആളെന്നെ സോപ്പിട്ട് ഓക്കെ ആക്കി എടുത്ത് സെറ്റാക്കി കൊണ്ടുപോകും. അങ്ങനെയാണ് പതിവ് എപ്പോഴും. പിന്നെ ഞങ്ങൾ അവിടെയുള്ള ബൊട്ടാനിക്കൽ ഗാർഡനിൽ ഒരുവിധം എല്ലാ സ്ഥലവും ഞങ്ങൾ ചുറ്റി കറങ്ങിയിട്ടാണ്. ഈ ക്യാപ്പ് ഇട്ടപ്പോൾ എനിക്കൊരു പനി പിടിച്ച ലുക്ക്, അപ്പോൾ ഞാനത് അങ്ങോട്ടൊന്ന് മാറ്റി. കണ്ട് ആളെ കിട്ടിയിട്ടുണ്ട്. അതിന് കണ്ടത് തന്നെ ഉണ്ടായിരുന്നില്ല. പിന്നെ ആളെ നമ്മൾ കണ്ടിട്ടില്ല. ആളെ പിന്നെ വീണ്ടും ഓട്ടം ചാട്ടൊക്കെ ആയിട്ട് അങ്ങനെ അവിടേക്ക് പോയി. അതെ, വീണ്ടും കണ്ടു. പിന്നെ ഞങ്ങൾ അവിടെയുള്ള ഒരു ഗ്ലാസ് ഹൗസ് എന്ന് പറഞ്ഞ സംഭവം കാണാൻ വേണ്ടി കയറി. അത് നല്ല രസമായിരുന്നു കേട്ടോ. ഇതിനേലും കുറച്ചും കൂടെ ഒരു നല്ല രസമായിരുന്നു. ഫുൾ പൂക്കളും വേറെ സെറ്റപ്പ് ആയിരുന്നു അതിൻ്റെ ഉള്ളിൽ. ഇവിടേക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. പിന്നെ ഇവിടെ മഴ ഉണ്ടായിരുന്നില്ല, അതാണ് മെയിൻ കാര്യം. ഇവിടെ മഴ അങ്ങനെ അധികം കൊള്ളേണ്ടി വന്നില്ല. അതുകൊണ്ടാണ് എനിക്ക് ഇവിടെ അധികം ഇഷ്ടപ്പെട്ടത് കേട്ടോ. പിന്നെ വെറൈറ്റി ആയിട്ടുള്ള കുറേ പൂക്കളും പിന്നെ കാണാത്ത ടൈപ്പ് കുറേ പ്ലാന്റ്സൊക്കെ ഇതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. പിന്നെ മെയിൻ ഒരു സന്തോഷമുള്ള കാര്യം എന്ന് വെച്ചാൽ എൻ്റെ ചെറിയ മോള് നല്ല ഉറക്കമായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് അവളെടുത്തുകൊണ്ട് നടക്കേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നില്ല. എനിക്ക് ഫ്രീ ആയിട്ട് നടക്കാൻ പറ്റി. മോളധികം എടുത്തുകൊണ്ട് നടക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ അവിടെ അങ്ങനെ മൊത്തത്തിലൊന്ന് ചുറ്റി കറങ്ങി നടക്കായിരുന്നു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് അവൾ ചെക്ക് ചെയ്യേണ്ട കേട്ടോ. അവൾ ഇതിൻ്റെ ഉള്ളിൽ ഇനി മഴ കൊണ്ടിട്ടെങ്ങാനും നനയുണ്ടോയെന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ അങ്ങനെ വന്ന് ചെക്ക് ചെയ്ത് നോക്കും. കാരണം ഞങ്ങൾ നനയുണ്ടോയെന്ന് അറിയില്ലല്ലോ, ഉറങ്ങാണോ എന്താ ചെയ്യണമെന്ന് അറിയില്ല. അപ്പോൾ ഞാൻ പേടിയായിരുന്നു അവൾ എന്താണ് സംഭവം വിളിച്ച് ചെയ്യണേ. പക്ഷെ നല്ല ഉറക്കമാണ് അവളത് എൻജോയ് ചെയ്തിട്ട്. നല്ല തണുപ്പുവാണല്ലോ, ഞാൻ ഫുൾ അവൾ സെറ്റാക്കി സ്വെറ്ററൊക്കെ ഇടിച്ച് കിടത്തേക്കുക. അതുകൊണ്ട് നല്ല സുഖമായിട്ട് ഉറങ്ങായിരുന്നു. അങ്ങനെ അന്നത്തെ ചുറ്റിൽ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഞങ്ങളുടെ സ്റ്റേയിലോട്ട് എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ ഇവിടെയായിരുന്നു സ്റ്റേ ചെയ്തത്. തോടാപ്പെട്ടില്ല തോന്നുന്നുണ്ട്, കറക്റ്റ് പ്ലേസ് അറിയില്ല. അവിടെ നിന്ന് അന്നത്തെ നൈറ്റിലത്തെ വിഷ്വൽസ് ഒന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല. കാരണം ഭയങ്കര തണുപ്പുറത്ത് എനിക്ക് തീരെ പറ്റുന്നുണ്ടായിരുന്നില്ല. ഇവിടെയാണ് ഞങ്ങൾ ഇന്നലെ സ്റ്റേ ചെയ്തത്. അടിപൊളി പ്ലേസാണ് കേട്ടോ. നല്ല ആംബിയൻസും നല്ല സർവീസൊക്കെ ആയിരുന്നു ഇവിടെ.
അന്ന് പിന്നെ കുറച്ച് അതിഥികളൊക്കെ അവിടെ വന്നിട്ടുണ്ടായിരുന്നു, ഇതാ കണ്ടില്ലേ. അതുകൊണ്ട് എൻ്റെ മോൾക്ക് നല്ല ടൈം പാസ് ആയിരുന്നു. അവൾ നന്നായിട്ട് അവരെ ഇറിറ്റേറ്റ് ചെയ്യണ പോലെ ഒന്ന് കാണിക്കണ്ടായിരുന്നു. നെക്സ്റ്റ് ഡേ ഞങ്ങൾ അവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് പോയത് ടീ പാർക്കിലോട്ടാണ്. ഇന്നലെ പോയ ബൊട്ടാനിക്കൽ ഗാർഡൻ അവിടുത്തെ മഴയൊക്കെ ആയിട്ട് മൊത്തത്തിൽ കോളായി പോയെന്ന് പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ ഇവിടെ അടിപൊളിയായിരുന്നു. ഇവിടെ നല്ല വെയിലും കറക്റ്റ് തണുപ്പും നല്ല ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഇവിടെ ഞങ്ങൾ കുറേ ടൈം സ്പെൻഡ് ചെയ്തു. ഇവിടെ നിന്നാണ് ഞങ്ങൾ റീൽസ് ഫോട്ടോസൊക്കെ മിക്കത് ഞങ്ങളുടെ ഈ ട്രിപ്പിൽ നല്ല നല്ല മൊമെൻറ്റ്സൊക്കെ ഇവിടെ നിന്നാണ് ഞങ്ങൾ ക്യാപ്ചർ ചെയ്തത്. പൊന്നൂസ് പിന്നെ ഇവിടെ മൊത്തത്തിൽ അടിച്ചു വിളിക്കുകയാണ്. അവൾക്ക് പിന്നെ തണുപ്പും അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. എനിക്കാണ് പിന്നെയും തണുപ്പടിച്ചാലുള്ള പ്രോബ്ലംസൊക്കെ ഉള്ളത്. ബാക്കി എല്ലാവരും ഓക്കെയാണ് കേട്ടോ. അവളിവിടെ ഇങ്ങനെ മൊത്തത്തിൽ എൻജോയ് ചെയ്യണ്ടായിരുന്നു. അവളായിരുന്നു ഹാപ്പി ഏറ്റവും കൂടുതൽ. പിന്നെ ചെറുത് പിന്നെ ഉറങ്ങണതുകൊണ്ട് തന്നെ നമുക്ക് വലിയൊരു കുഴപ്പമൊന്നുമില്ല. ഞാൻ അങ്ങനെ അടിച്ചു പൊളിച്ച് കിടക്കുകയായിരുന്നു. പിന്നെ ഇത് പിന്നെ അവളുടെ കുറച്ച് റീൽസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവളെ നിർത്തിയതായിരുന്നു. കുറച്ച് പാടാണ് നമ്മൾ ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട്. അപ്പോഴേക്കും നമ്മുടെ കുഞ്ഞി ബേബി എന്നിട്ടു അവൾ തന്നെ ഹാപ്പി ആയിട്ട് ഇരിക്കുന്നുണ്ട്. ഞാൻ ആളുടെ അറിയാണ്ട് ഓരോ വീഡിയോ ഒക്കെ എടുക്കാൻ നോക്കുമായിരുന്നു ഹസ്ബൻഡിൻ്റെ. പക്ഷെ ആൾക്ക് ഇങ്ങനത്തെ അതൊന്നും ഇഷ്ടമൊന്നുമല്ല, വലിയ താല്പര്യമൊന്നും ഇല്ല. പക്ഷേ ഞാനെടുക്കും, അത് കാര്യം. പിന്നെ പയ്യെ ഞങ്ങൾ അവിടെ നിന്ന് അടുത്ത പ്ലേസിലേക്ക് പോകാനുള്ള പ്ലാനൊക്കെ ഇടായിരുന്നു. അപ്പോഴാണ് ഞാൻ അവിടെ ഒരു സംഭവം കണ്ടത്. വേറെ നല്ല ഈ പൂവ് നല്ല ഭംഗിയുണ്ടല്ലേ. അപ്പോൾ ഞാൻ ഇതിൻ്റെ കുറച്ച് പിക്സും വീഡിയോസൊക്കെ ആയിട്ട് ഇങ്ങനെ എടുക്കുമായിരുന്നു. പിന്നെ തോന്നി അത് പൊട്ടിക്കാമെന്ന്. അത് പൊട്ടിച്ചിട്ട് തല വെച്ച് കുറച്ച് ഷോയൊക്കെ ഇറക്കി വീഡിയോ ഒക്കെ എടുക്കാൻ നോക്കി. കുറച്ചൊക്കെ എടുത്തു, ആളെ കൊണ്ട് എടുപ്പിച്ചു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇനി എവിടേക്കാണ് പോകാമെന്നൊക്കെയുള്ള ഒരു നെക്സ്റ്റ് സ്ഥലത്തിൻ്റെ പ്ലേസൊക്കെ നോക്കി പ്ലാൻ ചെയ്ത് അടുത്ത് പോകാനുള്ള പ്ലേസൊക്കെ ഫിക്സ് ചെയ്തതിന് ശേഷം ഞങ്ങൾ ഇവിടെ നിന്ന് തന്നെ കുറച്ച് ചെടികളൊക്കെ വാങ്ങിച്ചിരുന്നു കേട്ടോ. അവിടെ കുറച്ച് പ്രൈസ് കുറവാണ് കമ്പാരിറ്റീവ്ലി. അവിടെ നിന്ന് മറ്റുള്ള സ്ഥലങ്ങൾ വെച്ച് നോക്കുമ്പോൾ വില കുറവുണ്ടായിരുന്നു. അവിടെ നിന്ന് ഞങ്ങൾ എന്നിട്ട് ഒരു ഹോട്ടലൊക്കെ പോയിട്ട് ഫുഡൊക്കെ കഴിച്ച് അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ലായിരുന്നു. എന്നിട്ട് അവിടെ നിന്ന് ഞങ്ങൾ പയ്യെ അടുത്ത പ്ലേസിലോട്ട് പോകാൻ നേരത്താണ് പോണ വഴിയിൽ ഭയങ്കര ട്രാഫിക് ആയിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ആ പ്ലാൻ ക്യാൻസൽ ചെയ്തിട്ട് വീട്ടിലേക്ക് പോകാനുള്ള പ്ലാനൊക്കെ ആക്കിയിട്ടാണ്. എന്നിട്ട് ചുരം താഴോട്ടേക്ക് ഇറങ്ങണം. പിന്നെ ഒരു ടീ ബ്രേക്കിന് വേണ്ടി നിർത്തിയതായിരുന്നു കേട്ടോ ഇവിടെ. വൈഫിൻ്റെ പിണക്കം മാറ്റാനുള്ള ഹസ്ബൻഡ്സിൻ്റെ നിഞ്ച ടെക്നിക്ക് ഫുഡ് വാങ്ങിച്ചു കൊടുക്കുക. അത് കിട്ടിയ പിന്നെ എല്ലാ വൈഫും ഹാപ്പി അല്ലേ. ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് പിണങ്ങുന്ന വൈഫ്സ് ഉണ്ടെങ്കിലും അതേപോലെ അവരെ ഹാപ്പി ആക്കാൻ വേണ്ടി ഫുഡൊക്കെ വാങ്ങിച്ചു കൊടുത്ത് സെറ്റാക്കണ ഹസ്ബൻഡ്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യലോ. ഫുഡ് കിട്ടി, ഫുഡ് കഴിച്ചതിൻ്റെ ഹാപ്പിനെസ്സാണ് കേട്ടോ ഇപ്പോൾ നിങ്ങൾ എൻ്റെ ഫേസിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് അവിടെ നിന്ന് പയ്യെ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ച് വീട്ടിലോട്ടേക്ക് പോന്നു. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ ഇനിയും ഞാൻ കൂടുതൽ ഇതുപോലെ വീഡിയോസ് ഇടണമെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് വേണം. അപ്പോൾ എന്തെങ്കിലും വീഡിയോസൊക്കെ വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അതുപോലെ വീഡിയോസൊക്കെ ഇടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. വേറൊരു പുതിയൊരു വീഡിയോയിൽ കാണാം. ബൈ.